ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ കുട്ടികൾ മുൻനിരയിൽ നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നു. നിലമ്പൂർ MLA ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. മയക്കുമരുന്നിന് അടിമപ്പെടാത്ത അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് ഈ മാസം 12 മുതൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംഘടിപ്പിച്ച നശാ മുക്ത് ഭാരത് പക്വാഡ പരിപാടിയിലെ യുവാക്കളുടെ പങ്കാളിത്തം ലഹരിക്കെതിരായ പോരാട്ടത്തിന് വലിയ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ കുട്ടികളാണ് മുൻനിരയിൽ നിൽക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ സ്കൂൾതല കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നു മുതൽ നാം ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. കുട്ടികൾ കാണേണ്ടത് നിങ്ങളാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ. അത്തരമൊരു ബോധ്യത്തോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്കെല്ലാവർക്കുമാവണം. കുട്ടികളെ ലഹരി വിപത്തിന് അടിപ്പെട്ടു പോകുന്ന സാധ്യത കണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രധാന ചുമതല അധ്യാപകർക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിനും മുഖ്യമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. 2026 ജനുവരി 30 വരെ നീളുന്ന ക്യാമ്പയിനിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ഇന്ന് സമാപനം. തിരൂരിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി നടക്കുന്ന അംബ്രല റാലിയിൽ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ പങ്കെടുക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലെഡ്ജ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 20 ലക്ഷം പേർ ഒന്നിച്ച് ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അപകട സാധ്യത കണക്കിലെടുത്ത് നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി ജില്ലയിലെ പൊന്മുടി, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളും കണ്ണൂരിലെ പഴശ്ശി ഡാം, പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം, തൃശൂർ പെരിങ്ങൽകുത്ത് തുടങ്ങിയവ തുറന്നിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി. പുന്നപ്പുഴയും ബത്തേരി കല്ലൂർ പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. ബെയിലി പാലത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മഴയിൽ നിരവധിയിടങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ചൂരൽമലയിലും ഇന്നലത്തെ സാഹചര്യം തന്നെയാണ് ഇന്നും. പുന്നപ്പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. പ്രദേശത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ബേലിപ്പാലം പൂർണ്ണമായും ഇന്ന് അടച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ബേലിപ്പാലത്തിന് അപ്പുറത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഭാഗത്ത് പോലീസും ഫയർഫോഴ്സും NDRF സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. ദുരന്ത മേഖലയിലെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. കൂട്ടുപുഴ ഭാഗത്ത് പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. കടലേറ്റവും രൂക്ഷമാണ്. ആറളം ഫാമിൽ ഇടിമിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. ഇടുക്കി ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ അതിശക്തമായി തുടരുകയാണ്. മിക്ക തോടുകളും പുഴകളും നിറഞ്ഞു കവിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുതിരപ്പുഴയാർ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകൾ, പനംകുട്ടി, ചപ്പാത്ത എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് അതിശക്തമാണ്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറിയത് ആശങ്ക പരത്തി. ഇടുക്കി റോഡിലെ മുസ്ലിം പള്ളി, അരിക്കുഴ, മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മണ്ണിടിഞ്ഞ് റോഡ് തകർന്നതിനെ തുടർന്ന് ആദിവാസി മേഖലകളായ നാളിയാനി, കോഴിപ്പള്ളി മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അണക്കെട്ടുകളിൽ നിന്നും കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ ആലുവ ശിവക്ഷേത്രം വീണ്ടും പൂർണ്ണമായി മുങ്ങി. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ കരയിലേക്ക് മാറ്റി. കൊച്ചി നഗരത്തിൽ ഇടവിട്ട് പെയ്ത കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണമായി.
രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ മേഖലയിലും അടുത്ത ഒരാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയ്ക്കൊപ്പം മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകുന്നേരം 3:30 സ്പീക്കർ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 2021 പുരസ്കാരത്തിന് KG പരമേശ്വരൻ നായരും 2022 പുരസ്കാരത്തിന് ഏഴാച്ചേരി രാമചന്ദ്രനും 2023 പുരസ്കാരത്തിന് N അശോകനും അർഹരായി. തൃശൂർ വാഴച്ചാലിൽ പേവിഷബാധയെ തുടർന്നുണ്ടായ മരണത്തിൽ അടിയന്തര നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഏതാനും ദിവസം മുൻപാണ് കാടർ ഉന്നതിയിലെ രാമൻ എന്ന വ്യക്തി പനിയെ തുടർന്ന് മരിച്ചത്. തുടർന്ന് തിരുവനന്തപുരത്തെ ലാബിൽ നടത്തിയ പരിശോധനയിൽ മരണകാരണം പേവിഷബാധയാണെന്ന് കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. വാഴച്ചാൽ ഉന്നതിയിൽ പേവിഷബാധയെ തുടർന്ന് മരിച്ച വ്യക്തിയുമായി സമ്പർക്കമുണ്ടെന്ന് സംശയിക്കുന്ന 22ഓളം പേർക്ക് വാക്സിനേഷൻ നടത്തി. ഉന്നതിയിലെ 100-ൽ താഴെ വളർത്തുനായ്ക്കളെ കൂടുകളിൽ ഐസൊലേഷൻ ചെയ്ത് നിരീക്ഷണം ആരംഭിച്ചു. മരിച്ച ആളുടെ വീട്ടിൽ 5ഓളം നായ്ക്കളുണ്ടായിരുന്നു. അവയ്ക്ക് വാക്സിനേഷൻ നൽകി കൂടുകളിൽ അടച്ചിട്ടിരിക്കുകയാണ്. മറ്റാളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജിലൻസ് കേസുകളുടെ അതിവേഗ തീർപ്പ് ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലയിൽ വിജിലൻസ് കോടതിയും അനുബന്ധമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസും ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം നിർവഹിക്കും. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ പരിധിയിലുള്ള കേസുകളാണ് കോടതി പരിഗണിക്കുക. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം ശ്രമിച്ചു വരികയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നിലയം നാളെ കാഴ്ച പരിമിതർക്കായി പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെയാണ് ഹെലൻ കെല്ലറിന്റെ ജന്മദിനമായ നാളെ ഉൾച്ചെരാത് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു അധ്യക്ഷനാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 കേൾക്കാം. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും നാളെ വരെ അറിയിക്കാവുന്നതാണ്. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആൺകുട്ടികളുടെ ഫൈനലിൽ ഇന്ന് മലപ്പുറം തിരുവനന്തപുരവുമായി ഏറ്റുമുട്ടും. തൊടുപുഴയിൽ വൈകുന്നേരം 4-നാണ് മത്സരം. 3ാം സ്ഥാനത്തിനായി രാവിലെ നടന്ന മത്സരത്തിൽ പാലക്കാടിനെ പരാജയപ്പെടുത്തി തൃശൂരിന് ജയം. കോഴിക്കോട് സാമൂതിരി KCR രാജ എന്നറിയപ്പെടുന്ന കോട്ടക്കൽ കിഴക്കേ കോവിലകത്തെ രാമചന്ദ്രൻ രാജ അന്തരിച്ചു. 93ാം വയസ്സിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് രാവിലെ ബംഗളൂരുവിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് N രാജീവനെയാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു കേസിൽ ഇയാൾ അതിജീവിതയുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 309 പോയിന്റ് ഉയർന്ന് 83,065-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 25,346-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,070 രൂപയും പവന് 72,560 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ കുട്ടികൾ മുൻനിരയിൽ നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നു. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.